കുക്കർ വിസിലടിച്ചു. ഇതായിരിക്കും അല്ലേ അധിക വീട്ടിലെയും മോർണിംഗ് അലാം. എന്നാൽ ഇതൊരു കുക്കിംഗ് വീഡിയോ അല്ല ഗൈസ്. ഹലോ എവരിവൺ, ഐ ആം എ ഡിജിറ്റൽ ക്രിയേറ്റർ ആൻഡ് എ മോം. ആൻഡ് ഇഫ് യു ആർ ലൈക്ക് മീ cooking content or any other business, you know how precious time is. That's why I'm back with part 3 of our video generation tool series. ഇവ യൂസ് ചെയ്താൽ ബിസിനസ് റിലേറ്റഡ് ആഡ് വീഡിയോസ് പോലും നമുക്ക് വളരെ ഫാസ്റ്റായിട്ടും സ്മാർട്ടായിട്ടും സ്ട്രെസ് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഫ്രം ടെക്സ്റ്റ് ടു സ്റ്റാൻഡിങ് വീഡിയോ മിനിറ്റുകൾക്കുള്ളിൽ ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് വിസിലടിക്കുന്നതിന് മുന്നേ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ടുഡേസ് തേർഡ് പവർഫുൾ ടൂൾസ് ടു ഡെവലപ്പ് യുവർ കോണ്ടന്റ് ക്രിയേഷൻ ഗെയിം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഫ്ലിക്കിയാണ് ഇന്ന് പറയുന്ന വീഡിയോ ജനറേഷൻ AI ടൂൾ. ഫ്ലിക്കി ഒരു ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രാച്ചിൽ നിന്ന് തന്നെ നല്ലൊരു എൻഗേജിങ് വീഡിയോ നമുക്കിത് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്ലിക്കി എന്നത് എന്താണെന്ന് വെച്ചാൽ വെബ് ബേസ്ഡ് AI പ്ലാറ്റ്ഫോം ദാറ്റ് ട്രാൻസ്ഫോം യുവർ ടെക്സ്റ്റ് ലൈക്ക് സ്ക്രിപ്റ്റ്സ്, ബ്ലോഗ് പോസ്റ്റ്, PPT ആൻഡ് URLs into a fully produced videos in minutes. മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോ ഇത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ടെക്സ്റ്റ് ടു വീഡിയോ, നമ്മളുടെ ഒരു ബ്ലോഗ് URL പേസ്റ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ചൂസ് വോയിസ് ആൻഡ് വിഷ്വൽസ്, ഇൻസ്റ്റൻറ്റ് വീഡിയോ നമുക്കിതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. AI അവതാർസ് ആൻഡ് വോയിസ് ക്ലോണിങ്. പിന്നെ വരുന്നത് മൾട്ടിലിംഗ്വൽ ആൻഡ് വോയിസസ്, സപ്പോർട്ട് ഫോർ 2000+ വോയിസസ് ഇൻ 80+ ലാംഗ്വേജസ്. ഐഡിയൽ ഫോർ ഗ്ലോബൽ ഓഡിയൻസസ്. നമുക്ക് നല്ല രീതിയിലുള്ള വീഡിയോസ് ഇത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വലിയൊരു ബ്ലോഗ് പോസ്റ്റ് ആണെന്നുണ്ടെങ്കിലും വലിയൊരു സ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിലും അതിനൊരു ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ, റീൽസ് എല്ലാം നമുക്ക് ഇത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെയാണ് അപ്പോൾ ഫ്ലിക്കി യൂസ് ചെയ്യുന്നത് എന്നല്ലേ? ഫ്ലിക്കി യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഫ്ലിക്കി യൂസ് ചെയ്യാൻ കാരണം? വീഡിയോ ജനറേറ്റ് ചെയ്യാൻ ഇതിനൊരു ഇനീഷ്യേറ്റീവ് UI ആൻഡ് വർക്ക് ഫ്ലോ ഉണ്ട്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം യൂസേഴ്സിന് പോലും ഈസി ആയിട്ട് ഇത് യൂസ് ചെയ്യാമെന്നുള്ളത് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ളൊരു ലേ ഔട്ട്, എന്ന് വെച്ചാൽ വേർ ടു പേസ്റ്റ് സ്ക്രിപ്റ്റ് ഓർ സ്റ്റാർട്ട് എ പ്രൊജക്റ്റ്. നമ്മളുടെ പ്രൊജക്റ്റ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതേപോലെ എവിടെയാണ് നമ്മൾ സ്ക്രിപ്റ്റ്സ് ടെക്സ്റ്റ് എല്ലാം പേസ്റ്റ് ചെയ്യേണ്ടതെന്നെല്ലാം അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പെട്ടെന്ന് തന്നെ. അതേപോലെ സമയം സേവ് ചെയ്യുന്നു, മൊബൈൽ ഫ്രണ്ട്ലി ആണ്. ഇതിനൊരു ലോജിക്കൽ ഫ്ലോ വരുന്നുണ്ട് നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ, വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്സ്. ആദ്യം ടെക്സ്റ്റ് ടു സ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് നമ്മൾ വെബ്സൈറ്റ് സൈനപ്പ് ചെയ്ത് അതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്ക്രിപ്റ്റ് ആണെങ്കിൽ അത്, ടെക്സ്റ്റ് ആണെങ്കിൽ ബ്ലോഗ്, PPT എന്താണോ വേണ്ടത് അവിടെ പേസ്റ്റ് ചെയ്യുക. അതിന് ശേഷം വോയിസ് ചൂസ് ചെയ്യുക. പിന്നെ വിഷ്വൽസിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ അത് ചെയ്യാം. സബ് ടൈറ്റിൽസും മ്യൂസിക്കൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ നമുക്ക് ആ വീഡിയോയുടെ പ്രിവ്യൂ കാണിക്കും, അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. www.flicky.ai എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ടേൺ ഐഡിയ ഇൻറ്റു വീഡിയോസ് വിത്ത് AI വോയിസസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ഫ്രോം ഫ്രീ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലിക്കിയുടെ ഡാഷ്ബോർഡിലേക്ക് ലോഗിൻ ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ Gmail യൂസ് ചെയ്തിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്ലിക്കിയുടെ ഡാഷ്ബോർഡിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഐഡിയ എന്നുള്ള പ്രോംപ്റ്റ്, അതായത് പ്രോംപ്റ്റ് എൻ്റർ ചെയ്തിട്ട് അതിനെ വീഡിയോ ആക്കി മാറ്റാം.
പിന്നെ സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ വീഡിയോ ആക്കാം. പിന്നെ URL ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൻ്റെയൊക്കെ URL നമുക്കിവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ഡാറ്റാസ് വെച്ചിട്ട് അതൊരു വീഡിയോ ഉണ്ടാക്കും. പിന്നെ PPT പ്രസൻറ്റേഷൻസ് ആണെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്തിട്ടും റെക്കോർഡ് ചെയ്തിട്ടെല്ലാം നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് ഐഡിയ, അതായത് പ്രോംപ്റ്റ് കൊടുത്തിട്ടൊരു വീഡിയോ ജനറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐഡിയ എന്നുള്ള ഭാഗത്ത് ആ ഒരു ഇതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പോകും. ഏത് ടൈപ്പ് ബിസിനസ്സിൻ്റെ വീഡിയോസ് ആണെങ്കിൽ പോലും നമുക്ക് ഇവിടെ പ്രോംപ്റ്റ് ശരിക്കും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാനൊരു ജ്വല്ലറിയുടെ ആണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് ബ്യൂട്ടി പാർലർ, ജിം, കാർ സർവീസസ്, ഇങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ബിസിനസ്സിനും നമുക്കിവിടെ പ്രോംപ്റ്റ് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു പ്രോംപ്റ്റ് എൻ്റർ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ പ്രോംപ്റ്റ് എൻ്റർ ചെയ്യാൻ പോവാണ്. ക്രിയേറ്റ് എ 30-second elegant jewelry promo video highlighting handcrafted designs and emotional storytelling. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റാണ് ഇവിടെ ഞാൻ എൻ്റർ ചെയ്യുന്നത്. നെക്സ്റ്റ് വീഡിയോ പ്രോസസ്സ് ചെയ്യാൻ പോവുകയാണ്. 5 സ്റ്റെപ്സിലൂടെയാണ് വീഡിയോ നമുക്ക് കിട്ടുന്നത്. അത് വരുന്നത് ഫസ്റ്റ് വരുന്നത് പ്രോംപ്റ്റ് എൻ്റർ ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ടെംപ്ലേറ്റ് ചൂസ് ചെയ്യാം. അതായത് ആസ്പെക്ട് റേഷ്യോ, പോർട്രേറ്റ് വേണോ, റീൽ സൈസ് വേണോ, ലാൻഡ്സ്കേപ്പ് വേണോ, 1:1. അതേപോലെ തന്നെ ടെംപ്ലേറ്റും ഇവിടെ ചൂസ് ചെയ്യാം. തേർഡ് സ്റ്റെപ്പിൽ വരുന്നത് സ്റ്റൈൽസ് ആണ്. അതായത് ലാംഗ്വേജ്, ടോൺ, പർപ്പസ്, ഓഡിയൻസ്. ഇവിടെ ഞാൻ ഓഡിയൻസ് ആയിട്ട് ജ്വല്ലറി എന്തോസിയാസ്റ്റ് എന്നുള്ളൊരു ആണ്. അപ്പോൾ ഇതിലുള്ള ചേഞ്ചസ് വരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ വീഡിയോയിലും ഉള്ള ഔട്ട്പുട്ടിലും നമുക്ക് ഡിഫറെൻറ്റ് കാണാം. സ്ക്രിപ്റ്റിൻ്റെ സ്റ്റൈൽ ഇതിൽ ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ അത് നമുക്ക് സാധിക്കും. അങ്ങനെ 4th സ്റ്റെപ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാം സെലക്ട് ചെയ്യുക. നമുക്ക് വേണ്ടതനുസരിച്ചിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും 5th സ്റ്റെപ്പിലേക്ക് പോയി. 5th സ്റ്റെപ്പ് വരുന്നത് ഇതിലിപ്പോൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5th സ്റ്റെപ്പിൽ വരുന്നത് കറക്റ്റ് എന്തൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് സ്ക്രിപ്റ്റിൽ വരുന്ന കസ്റ്റമൈസേഷൻ. സ്ക്രിപ്റ്റ് നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തു. സ്ക്രിപ്റ്റ് പിന്നെ വരുന്നത് ഈ ഫ്ലിക്കിൽ നിന്നാണ് നമുക്ക് വേണ്ട സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ മീഡിയാസ് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്യാം. ബ്രാൻഡ് കിറ്റോ AI അവതാറും ഇവിടെ ലോക്ക്ഡാണ്, ഫ്രീയിൽ അവൈലബിൾ അല്ല. പക്ഷേ സ്റ്റോക്ക് മീഡിയ ിലുള്ള ചേഞ്ചസും അതുപോലെ നമ്മളെ ബ്രാൻഡിൻ്റെ ടോൺസൊക്കെ നമുക്ക് ഇവിടുന്ന് പെയ്ഡ് ആയിട്ടുള്ളതിലും അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. Born from skilled hands and a passionate heart. More than a garment, it's a story, a legacy woven in precious metals and brilliant gems. Feel the soul of craftsmanship. Let our handcrafted designs become an intimate part of your journey, a radiant expression of your unique spirit. Discover your forever peace. അപ്പോൾ ഫ്ലിക്കിയിലെ വീഡിയോ നിങ്ങൾ കണ്ടില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ വരുത്തണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും ഉണ്ട്. അത് റെഡിയാക്കാവുന്നതാണ്. പിന്നെ വരുന്നത് നമുക്ക് ഈ ഒരു ഫ്രീ പ്ലാനിലായതുകൊണ്ട് എന്തെങ്കിലും വാട്ടർമാർക്ക് വരും ഡൗൺലോഡ് ചെയ്തിട്ടുള്ള വീഡിയോക്ക്. അപ്പോൾ വാട്ടർമാർക്ക് ഒഴിവാക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് സ്റ്റാൻഡേർഡ് പ്ലാനും പ്രീമിയം പ്ലാനാണ് ഫ്ലിക്കിക്കുള്ളത്. അതിൽ സ്റ്റാൻഡേർഡ് പ്ലാന് വരുന്നത് 2340 പെർ മന്ത് വരുന്നു. അതേപോലെ തന്നെ അത് ആനുവലായിട്ട് ബില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ റേറ്റ് ചേഞ്ചസ് ഉണ്ടാവും. പ്രീമിയം പ്ലാനിലാണെന്നുണ്ടെങ്കിൽ 7340 പെർ മന്ത്. ഇങ്ങനെ റേറ്റിനാണ് സ്റ്റാൻഡേർഡ് പ്ലാൻ, പ്രീമിയം പ്ലാൻ വരുന്നത്. എന്നാൽ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. ബിസിനസ് ആവശ്യങ്ങൾക്കും കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ടുള്ള വീഡിയോ 600 മിനിറ്റ്സ് ഓഫ് വീഡിയോ ക്രെഡിറ്റ്സ് ഉണ്ടാവും പ്രീമിയം പ്ലാൻസിൽ. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക്
അതിൽ മൾട്ടിപ്പിൾ ബ്രാൻഡ്സും AI അവതാർസും കുറച്ചും കൂടെ കൂടുതലായിട്ടുണ്ടാവും. അതുപോലെ നല്ല രീതിയിലുള്ള സപ്പോർട്ടും വലിയൊരു ഏജൻസികൾക്കാണെങ്കിലും അധികം കൂടുതൽ വീഡിയോസ് ഉണ്ടാക്കാനൊക്കെ ഉള്ള യൂസേഴ്സിനും പ്രീമിയം പ്ലാൻ ചൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ജനറേഷൻ ടൂൾസ് ലൈക്ക് ഫ്ലിക്കി, പിക്ചറി, ഇൻ വീഡിയോ എല്ലാം നമുക്ക് ടൈം സേവ് ചെയ്യാനും കോണ്ടന്റ് ഷൈൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ പാർട്ട് 3യിൽ നമുക്ക് മീറ്റ് ചെയ്യാം with another amazing AI tool. Don't forget to like, share and follow for more. Until then, keep creating, keep shining. Thank you.